കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 904. സൂറത്ത് സ്വാദ് ആയത്തുകൾ 34 മുതൽ 88 വരെ. പേജ് നമ്പർ 1593. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد فتنا سليمان وألقينا على كرسيه جسدا ثم أناب قال رب اغفر لي وهب لي ملكا لا ينبغي لأحد من بعدي إنك أنت الوهاب فسخرنا له الريح تجري بأمره رخاء حيث أصاب والشياطين كل بناء وغواص وآخرين مقرنين في الأصفاد هذا عطاؤنا فامنن أو أمسك بغير حساب وإن له عندنا لزلفى وحسن مآب واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب اركض برجلك هذا مغتسل بارد وشراب ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب واذكر عبادنا إبراهيم وإسحاق ويعقوب أولي الأيدي والأبصار إنا أخلصناهم بخالصة ذكر الدار وإنهم عندنا لمن المصطفين الأخيار واذكر إسماعيل واليسع وذا الكفل وكل من الأخيار هذا ذكر وإن للمتقين لحسن مآب جنات عدن مفتحة لهم الأبواب متكئين فيها يدعون فيها بفاكهة كثيرة وشراب وعندهم قاصرات الطرف أطراب هذا ما توعدون ليوم الحساب إن هذا لرزقنا ما له من نفاد هذا وإن للطاغين لشر مآب جهنم يصلونها فبئس المهاد هذا فليذوقوه حميم وغساق وآخر من شكله أزواج هذا فوج مقتحم معكم
لا مرحبا بهم إنهم صالوا النار قالوا بل أنتم لا مرحبا بكم أنتم قدمتموه لنا فبئس القرار قالوا ربنا من قدم لنا هذا فزده عذابا ضعفا في النار وقالوا ما لنا لا نرى رجالا كنا نعدهم من الأشرار اتخذناهم سخريا أم زاغت عنهم الأبصار إن ذلك لحق تخاصم أهل النار قل إنما أنا منذر وما من إله إلا الله الواحد القهار رب السماوات والأرض وما بينهما العزيز الغفار قل هو نبأ عظيم أنتم عنه معرضون ما كان لي من علم بالملأ الأعلى إذ يختصمون إن يوحى إلي إلا أنما أنا نذير مبين إذ قال ربك للملائكة إني خالق بشرا من طين فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد الملائكة كلهم أجمعون إلا إبليس استكبر وكان من الكافرين قال يا إبليس ما منعك أن تسجد لما خلقت بيدي أستكبرت أم كنت من العالين قال أنا خير منه خلقتني من نار وخلقته من طين قال فاخرج منها فإنك رجيم وإن عليك لعنتي إلى يوم الدين قال رب فأنظرني إلى يوم يبعثون قال فإنك من المنظرين إلى يوم الوقت المعلوم قال فبعزتك لأغوينهم أجمعين إلا عبادك منهم المخلصين قال فالحق والحق أقول لأملأن جهنم منك وممن تبعك منهم أجمعين قل ما أسألكم عليه من أجر وما أنا من المتكلفين إن هو إلا ذكر للعالمين ولتعلمن نبأه بعد حين. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 905 സൂറത്ത് സ്വാദ് ആയത്ത് 34 പേജ് നമ്പർ 1593. വലഖദ് ഫതന്ന സുലൈമാന, തീർച്ചയായും സുലൈമാനെ നാം പരീക്ഷിക്കുകയുണ്ടായി. വഅൽഖൈന അലാ കുർസിയിഹി ജസദ, അദ്ദേഹത്തിൻ്റെ പീഠത്തിൽ നാം ഒരു ശരീരത്തെ ഇട്ടു. സുമ്മ അനാബ്, പിന്നീട് അദ്ദേഹം താഴ്മയോടെ മടങ്ങി. ആയത്ത് 35. ഖാല റബ്ബി ഗ്ഫിർലി, അദ്ദേഹം പറഞ്ഞു എൻ്റെ റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ. വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി
ഇന്നക അന്തൽ വഹാബ്, എൻ്റെ പിറകെ ആർക്കും തരപ്പെടാത്ത ഒരു രാജവാഴ്ച നീ എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നിശ്ചയമായും നീ തന്നെ മഹാ ഔദാര്യവാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം നേരിട്ട ഒരു പരീക്ഷണത്തെ പറ്റിയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പീഠത്തിൽ അതായത് സിംഹാസനമായിരിക്കും ജീവനില്ലാത്ത ഒരു ശരീരത്തെ ഇട്ടു എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അല്ലാഹു അലം. വേറെ വിശദീകരണങ്ങളൊന്നും പ്രാമാണികമായി നൽകപ്പെട്ടിട്ടില്ല. പരീക്ഷണത്തെ തുടർന്ന് അദ്ദേഹം പാപമോചനത്തിനും പ്രത്യേക അനുഗ്രഹങ്ങൾക്കായും പ്രാർത്ഥിക്കുകയും ചെയ്തു. പല ആശ്ചര്യകരങ്ങളായ അനുഗ്രഹങ്ങളും നൽകപ്പെട്ടു എന്ന് താഴെ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ആയത്ത് 36. ഫസഖർനാ ലഹു റീഹ, അദ്ദേഹത്തിന് നാം കാറ്റിനെ വഴിപ്പെടുത്തി കൊടുത്തു. തജ്രീ ബിഅംരിഹി റുഹാഅൻ ഹൈസു അസ്വാബ്, അദ്ദേഹത്തിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്തേക്ക് സൗമ്യമായ നിലയിൽ അത് നീങ്ങുന്നു. എല്ലാം തകർക്കുന്ന ശക്തിയായ കാറ്റല്ല, അദ്ദേഹത്തിൻ്റെ കൽപ്പനക്കനുസരിച്ച് സഞ്ചരിക്കുന്ന കാറ്റ്. ആ നിലയിൽ കാറ്റിനെ അദ്ദേഹത്തിന് നാം അധീനപ്പെടുത്തി കൊടുത്തു. തികച്ചും അസാധാരണമായ കാര്യം. ആയത്ത് 37. വശയാത്വീന, പിശാചുക്കളെയും. പേജ് നമ്പർ 1594. കുല്ല ബന്നാഇൻ വഗവാസ്, സമർത്ഥന്മാരായ കെട്ടിട നിർമ്മാതാക്കളെയും മുങ്കൽ വിദഗ്ധരെയുമെല്ലാം. ആയത്ത് 38. വആഖരീന മുഖർറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ കൂട്ടിബന്ധിക്കപ്പെട്ട മറ്റു ചിലരെയും, അതായത് പിശാചുക്കളെയും. ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളെ സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് അധീനപ്പെടുത്തി കൊടുത്തു. ചില പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവയാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. പിശാചുക്കൾ അദൃശ്യ സൃഷ്ടികളാണ്. അവരെ ബന്ധിച്ചതിൻ്റെ വിശദ വിവരങ്ങളും ചങ്ങലകളുമെല്ലാം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല. ആയത്ത് 39. ഹാദാ അത്വാഉന, നമ്മുടെ ദാനമാകുന്നു ഇത്. ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്, അതുകൊണ്ട് നീ ഔദാര്യം ചെയ്യുക അല്ലെങ്കിൽ നിർത്തിവെക്കുക, കണക്ക് ചോദിക്കുന്നില്ല. നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാൻ സമ്മതം തന്നിരിക്കുന്നു. എത്ര കൊടുത്തു, ഇനി എത്ര ബാക്കിയുണ്ട് എന്നൊന്നും ചോദിക്കുകയില്ല. ആയത്ത് 40. നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യവും നല്ല മടക്കവുമുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ പുത്രനാണ്. പിതാവിനെ പിന്തുടർന്ന് അദ്ദേഹവും ഭരണാധികാരിയായി. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ലോകത്ത് ഒരു ഭരണാധിപനും ലഭിച്ചിട്ടില്ല. അത്ഭുതകരമായ അനേകം വിഷയങ്ങൾ അനുഗ്രഹങ്ങളായി ഇവിടെ എടുത്തു പറഞ്ഞു. ആയത്ത് 41. അയ്യൂബ, നമ്മുടെ അടിമ അയ്യൂബിനെ ഓർമ്മിക്കുകയും ചെയ്യുക. ഇതിനാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്, പിശാച്ച് എനിക്ക് കഷ്ടതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ച് തേടിയ സന്ദർഭം ഓർക്കുക. ഉർക്കുൽ ബിരിജിരിക, ആയത്ത് 42. നിന്റെ കാൽ കൊണ്ട് നീ ചവിട്ടുക. വശറാബ്, കുടിക്കാനും കുളിക്കാനും പറ്റിയ തണുത്ത വെള്ളമിത. ആയത്ത് 43. അദ്ദേഹത്തിന് തൻ്റെ കുടുംബത്തെയും അവരോടൊപ്പം അവർക്ക് തുല്യമായതിനെയും നാം പ്രദാനം ചെയ്തു. ആയത്ത് പേജ് നമ്പർ 1595. റഹ്മത മിന്ന വദിക്റ ലിഉലിൽ അൽബാബ്, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ഉൾവിചാരമുള്ളവർക്ക് ഒരു ഉത്ബോധനവുമായിട്ട്. പേജിൽ ആയത്ത് 44. വഖുദ് ബിയദിക വഅസ, നിന്റെ കയ്യിൽ ഒരു കെട്ട് പുല്ല് എടുക്കുക. ഫദ്രിബ് ബിഹി വലാ തഹ്നസ്, എന്നിട്ട് അതുകൊണ്ട് നീ അടിക്കുകയും ചെയ്യുക, ശബ്ദം നീ ലംഘിക്കേണ്ട. ഇന്നാ വജദ്നാഹു സ്വാബിറ നിഅമൽ അബ്ദ്, നിശ്ചയമായും അദ്ദേഹത്തെ നാം സഹനശീലമുള്ളവനായി കണ്ടു. അദ്ദേഹം എത്ര നല്ല അടിമ. ഇന്നഹു അവ്വാബ്, നിശ്ചയമായും അദ്ദേഹം അവങ്കിലേക്ക് വളരെ ഖേദിച്ചു മടങ്ങുന്നവനത്രേ. സുലൈമാൻ നബി അലൈഹിസ്സലാമയും അയ്യൂബ് നബി അലൈഹിസ്സലാമയും അടുത്തടുത്ത് പ്രതിപാദിച്ചതിൽ വിശ്വാസികൾക്ക് പാഠമുണ്ട്. ഇഹലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച പ്രവാചകനാണ് സുലൈമാൻ അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാം ആകട്ടെ തുല്യതയില്ലാത്ത കഷ്ടതകളും അനുഭവിച്ചു. സുഖവും ദുഃഖവും പരീക്ഷണങ്ങളാകുന്നു. സുഖം അനുഭവിക്കുമ്പോൾ നന്ദിയുള്ളവരാകുക, ദുഃഖമുണ്ടാകുമ്പോൾ ക്ഷമാപൂർവം സഹിക്കുകയും ചെയ്യുക. കുറെ കൂടി വിവരങ്ങൾ അംബിയ 84 വ്യാഖ്യാനത്തുണ്ട്. പേജ് 14-11. അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് കലശലായ രോഗവും ദുരിതവും ബാധിച്ചപ്പോൾ പിശാച് ദുർബോധനം നടത്തി. പ്രവാചകന്മാർക്ക് ഇത്തരം കഷ്ടപ്പാടുകൾ ഉണ്ടാവുകയില്ല, അതിനാൽ അയ്യൂബ് വ്യാജനാകുന്നു എന്ന് പിശാചിൻ്റെ മിത്രങ്ങൾ ഇതേറ്റുപാടി. കുടുംബാദികൾ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. അദ്ദേഹം തൻ്റെ സങ്കടം അള്ളാഹുവിൽ അർപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ നിന്നും നീരുറവ പുറപ്പെടുവിക്കുകയും അതിൽ സ്നാനം ചെയ്ത് രോഗമുക്തനാകുകയും ചെയ്തു.
നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ വീണ്ടും കനിഞ്ഞു നൽകി. ഭാര്യയുടെ പക്കൽ എന്തോ വീഴ്ച സംഭവിച്ചപ്പോൾ 100 അടി നൽകി ശിക്ഷിക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തിരുന്നു. ആ ശപഥം നിറവേറ്റുവാൻ അള്ളാഹു കൽപ്പിച്ചു. അതാണ് 44-ാം വചനത്തിൽ പുൽക്കെട്ടുകൊണ്ട് അടിക്കുക എന്നതിൻ്റെ സാരമെന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ രോഗത്തെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിലധികവും പ്രമാണയോഗ്യമല്ല. ഭാര്യ അടിക്കാൻ കൽപ്പിച്ചു എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല, വ്യാഖ്യാനമാണ്. ഈ അടി ശപഥം നിറവേറ്റുവാനുള്ള ഒരു ലഘുവായ കർമ്മമാണെന്നും ഭാര്യ തെറ്റുകാരിയായിരുന്നില്ലെന്നും നബിയുടെ വികാരപരമായ ഒരു ശപഥമായിരുന്നുവെന്നും അഭിപ്രായമുണ്ട്. ഒന്നും പൂർണ്ണമായി വിശ്വസനീയമല്ല. അള്ളാഹു അദ്ദേഹത്തെ കഠിനമായ പരീക്ഷണത്തിന് വിധേയമാക്കുകയും അദ്ദേഹം അതിൽ പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു എന്ന കാര്യം ഖുർആൻ വ്യക്തമാക്കുന്നു എന്നും മനസ്സിലാക്കാം. ആയത്ത് 45 വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വഇസ്ഹാഖ വയഅഖൂബ ഉലിൽ ഐദി വൽ അബ്സ്വാർ. വലിയ ശക്തിയും ശരിയായ കാര്യബോധവുമുള്ള നമ്മുടെ അടിമകളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നിവരെയും ഓർമ്മിക്കുക. ഉന്നതരായ 3 ദൈവദൂതന്മാരെ സ്മരിക്കാൻ ആവശ്യപ്പെടുകയാണ് ഖുർആൻ. പേജ് നമ്പർ 1596. ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, മകൻ്റെ മകൻ യാക്കൂബ് അലൈഹിസ്സലാം. 2 വിശേഷണങ്ങളാണ് അവരെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിലും ജീവിതം അള്ളാഹുവിന് മുമ്പിൽ അർപ്പിക്കുന്നതിലും അസാധാരണ ധൈര്യവും ആർജവവും അവർ കാണിച്ചു. വിജ്ഞാനങ്ങളിലും ദൗത്യ നിർവഹണത്തിലും ഉൾക്കാഴ്ചയും ദീർഘദൃഷ്ടിയും അവർക്കുണ്ടായിരുന്നു. ആയത്ത് 46 ഇന്ന അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ. നിശ്ചയമായും ഒരു നിഷ്കളങ്കമായ വിചാരം കൊണ്ട് അവരെ നാം സംശുദ്ധരാക്കിയിരിക്കുന്നു. അതായത് പരലോകത്തെ ഓർമ്മിക്കൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും. ഈ അവസ്ഥയിൽ അവരെ വളർത്തിയെടുത്തത് നാമാണ്. ഉത്കൃഷ്ടമായ സ്ഥാനത്ത് അങ്ങനെ അവരെത്തി. ആയത്ത് 47 വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ. നിശ്ചയമായും അവർ നമ്മുടെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട പുണ്യവന്മാരിൽ പെട്ടവരാകുന്നു. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 906 സൂറത്തു സ്വാദ് ആയത്ത് 48 പേജ് നമ്പർ 1596. വദ്കുർ ഇസ്മാഈല വൽയസഅ വദൽകിഫിൽ. ഇസ്മാഈൽ, അൽയസഅ, ദുൽകിഫിൽ എന്നിവരെയും ഓർമ്മിക്കുക. വകുല്ലും മിനൽ അഖ്യാർ. എല്ലാവരും പുണ്യവാന്മാരിൽപ്പെട്ടവരാകുന്നു. അൽയസഅ അലൈഹിസ്സലാം അൻആം 86, ദുൽകിഫിൽ അലൈഹിസ്സലാം അംബിയാ 85 എന്നീ പ്രവാചകന്മാരെ പറ്റി ഖുർആൻ പേര് പറയുകയല്ലാതെ വിശദീകരണം നൽകുന്നില്ല. ആയത്ത് 49 ഹാദാ ദിക്ർ. ഇതൊരു ഉത്ബോധനമത്രേ. വഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്. നിശ്ചയമായും സൂക്ഷ്മത പാലിച്ച് ജീവിച്ചവർക്ക് നല്ല മടക്കമുണ്ട്. ആയത്ത് 50 ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. കവാടങ്ങൾ തുറക്കപ്പെട്ട അവസ്ഥയിൽ സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങൾ. ആയത്ത് 51 മുത്തഖിഈന ഫിഹാ യദഊന ഫിഹാ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്. അതിൽ അവർ ചാരിയിരുന്ന് വിശ്രമം കൊള്ളുന്നവരായി അവിടെ അവർ ധാരാളം പഴവർഗ്ഗങ്ങളും പാനീയങ്ങളും ആവശ്യപ്പെടും. പേജ് നമ്പർ 1597. ആയത്ത് 52 വഇൻദഹും ഖാസിറാത്തുത് ത്വർഫി അത്റാബ്. മറ്റാരെയും നോക്കാത്ത സമവയസ്കരായ പതിവ്രതകൾ അവർക്കവിടെ ഉണ്ട്. ഖാസിറാത്തുത് ത്വർഫി എന്ന് വെച്ചാൽ കണ്ണു നിയന്ത്രിക്കുന്ന സ്ത്രീകൾ എന്നർത്ഥമാണ്. സ്വന്തം ഇണയെ മാത്രം നോക്കുന്ന, മറ്റുള്ളവരെ നോക്കുക പോലും ചെയ്യാത്ത പരിശുദ്ധ പതിവ്രതകൾ. ആയത്ത് 53 ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്. വിചാരണ നാളിലേക്ക് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതാണിത്. ആയത്ത് 54 ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്. ഇത് നമ്മുടെ ദാനമാകുന്നു, അതിന് ഒരു തീർന്നു പോകലും ഉണ്ടാകില്ല. സ്വർഗത്തിലെ സൗഖ്യങ്ങളും ആസ്വാദനങ്ങളും സമാനതകളില്ലാത്തതാണ്. റബ്ബിൻ്റെ പാരിതോഷികമാണിവ, ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നവയുമല്ല. ആയത്ത് 55 ഹാദാ വഇന്ന ലിത്വാഗീന ലശർറ മആബ്. ഇതത്രേ അവർക്ക് നിശ്ചയിച്ചത്. എന്നാൽ നിശ്ചയമായും അതിര് കവിഞ്ഞവർക്ക് ഏറ്റവും ദുഷിച്ച മടക്ക സ്ഥലമാണുള്ളത്. ആയത്ത് 56 ജഹന്നമ യസ്ലൗനഹ ഫബിഅ്സൽ മിഹാദ്. അതായത് നരകം. അവർ അതിൽ കിടന്ന് കത്തിക്കൊണ്ടിരിക്കും, അതത്രേ ദുഷിച്ച വിരിപ്പ്. ആയത്ത് 57 ഹാദാ ഫല്യദൂഖൂഹു ഹമീമും വഗസ്സാഖ്. ഇതവർക്ക് തീർച്ചപ്പെടുത്തിയതാണ്, അതവർ അനുഭവിച്ചു കൊള്ളട്ടെ.
തീവെള്ളവും ചീഞ്ഞൊലിക്കുന്ന ശൈത്യജലവും. ആയത്ത് 58 വആഖറു മിൻ ശക്ലിഹി അസ്വാജ്, ഈ രൂപത്തിൽപ്പെട്ട പല ഇനങ്ങൾ വേറെയും. നരകവാസികളുടെ ശരീരങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിച്ചുകൊണ്ട് ഒലിച്ചു വരുന്ന തണുപ്പേറിയ ഒരു തരം ദ്രാവകമാണ് ഗസ്സാഖ്. അതികഠിനമായ ദാഹം നിമിത്തം നരകവാസികൾ വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോൾ ചൂടേറിയ ഉഷ്ണജലമോ മേൽപ്പറഞ്ഞ ദുർഗന്ധമേറിയ തണുത്ത ദ്രാവകമോ ആണ് നൽകപ്പെടുക. ആയത്ത് 59 ഹാദാ ഫൗജും മുഖ്തഹിമും മഅകും ലമർഹബം ബിഹിം, ഇത് നിങ്ങളുടെ കൂടെ തിരക്കി കടന്നു വരുന്ന ഒരു സംഘമത്രേ, അവർക്ക് യാതൊരു സ്വാഗതവുമില്ല. ഇന്നഹും സ്വാലുന്നാർ, അവർ നരകത്തിൽ കടന്നെരിയുന്നവരത്രേ നിശ്ചയം. ആയത്ത് 60 ഖാലൂ ബൽ അൻതും ലാ മർഹബൻ ബിക്കും, അനുയായികൾ പറയും നിങ്ങൾക്ക് തന്നെയാണ് യാതൊരു സ്വാഗതവുമില്ലാത്തത്. പേജ് നമ്പർ 1598. അൻതും ഖദ്ദംതുമുഹു ലനാ, നിങ്ങളാണ് ഞങ്ങൾക്കിത് വരുത്തി വെച്ചത്. ഫബിഅ്സൽ ഖറാർ, അപ്പോൾ ഈ താമസം എത്ര കഷ്ടത. ഇഹലോകത്ത് വെച്ച് അവിശ്വാസികളായ അനുയായികളും നേതാക്കളും പരസ്പരം അഭിവാദ്യവും സ്വാഗതവും ചെയ്തിരുന്നു. ഇവരൊക്കെ നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഗതമില്ലെന്ന് അവർ പറയും. നിങ്ങൾ കാരണമാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് കുറ്റപ്പെടുത്തും. നേതാക്കളും അനുയായികളും പരസ്പരം വെറുപ്പ് പ്രകടമാക്കും എന്നുദ്ദേശ്യം. പേജ് നമ്പർ 1598. ആയത്ത് 61 ഖാലൂ റബ്ബനാ മൻ ഖദ്ദമ ലനാ ഹാദാ, അപ്പോൾ അവർ അനുയായികൾ പറയും ഞങ്ങളുടെ റബ്ബേ, നരകത്തിൽ ഞങ്ങൾക്കിത് വരുത്തി വെച്ചതാരോ അവർ. ഫസിദ്ഹു അദാബൻ ദുഅഫൻ ഫിന്നാർ, അവർക്ക് നരകത്തിൽ ഇരട്ടി ശിക്ഷ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. ആയത്ത് 62 വഖാലൂ മാ ലനാ ലാ നറാ റിജാലൻ കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ, അവർ പറയും ദുർജനങ്ങളിൽപ്പെട്ടവരായി നാം കണക്കാക്കിയിരുന്ന ചില ആളുകളെ നാം കാണുന്നില്ലല്ലോ, എന്തുപറ്റി? അവരെ നാം പരിഹസിച്ചിരുന്നത് അബദ്ധമായി തീർന്നോ? അവർ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോ? അതല്ല നമുക്കവരെ കണ്ടെത്താൻ കഴിയാത്തതാണോ? ഇങ്ങനെ അവർ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുകയാണ്. നരകത്തിൽ വെച്ച് നിഷേധികൾ പറയുന്നതാണിത്. തങ്ങൾ ഈ ഹലോകത്ത് വെച്ച് പിഴച്ചവരാണെന്ന് യഥാർത്ഥ വിശ്വാസികളെ ആക്ഷേപിച്ചിരുന്നു. അവരെ നരകത്തിൽ തങ്ങളുടെ കൂട്ടത്തിൽ കാണുന്നില്ലല്ലോ എന്നാണ് അവരുടെ അങ്കലാപ്പ്. ആയത്ത് 63 അത്തഖദ്നാഹും സിഖ്രിയൻ, അവരെ നാം അബദ്ധത്തിൽ പരിഹാസ്യരാക്കിയതാണോ? അം സാഗത് അൻഹുമുൽ അബ്സ്വാർ, അഥവാ അവരെ പറ്റി കണ്ണുകൾ തെന്നിപ്പോയതാണോ? ആയത്ത് 64 ഇന്ന ദാലിക ലഹഖുൻ തഖാസുമു അഹ്ലിന്നാർ, നരകവാസികൾ തമ്മിലുള്ള ഈ തർക്കവിതർക്കം തീർച്ചയായും സത്യം തന്നെയാകുന്നു. നരകവാസികളുടെ ഈ തർക്കം അതിശയോക്തിയോ ഉപമാലങ്കാരമോ അല്ല, യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ആയത്ത് 65 ഖുൽ ഇന്നമാ അന മുൻദിർ, പറയുക ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വഹീദുൽ ഖഹാർ, പരമാധികാരിയായ ഏകനായ അല്ലാഹുവല്ലാതെ ഒരാരാധ്യനുമില്ല. ആയത്ത് 66 ഇൻ റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുൽ അസീസുൽ ഗഫാർ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനും ഇടയിലുള്ളതിൻ്റെയും നാഥനായ പ്രതാപശാലിയും ഏറെ പൊറുക്കുന്നവനുമായ അല്ലാഹു, അവൻ മാത്രമാണ് ആരാധ്യൻ. മറ്റു ആരാധിക്കപ്പെടുന്നവരും വസ്തുക്കളും ധാരാളമുണ്ട്, അവരൊന്നും അതിനർഹരല്ല. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 907, സൂറത്തു സ്വാദ് ആയത്ത് 67, പേജ് നമ്പർ 1599. ഖുൽ ഹുവ നബഉൻ അദീം, പറയുക അത് ഗുരുതരമായ ഒരു വൃത്താന്തമാകുന്നു. ആയത്ത് 68 അൻതും അൻഹു മുഅ്റിദൂൻ, നിങ്ങൾ അതിനെ അവഗണിക്കുന്നവരാകുന്നു. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അതിപ്രധാനമായ കാര്യം നിങ്ങളെ അറിയിക്കാൻ വന്നവനാണ് ഞാൻ. നിങ്ങളത് തള്ളിക്കളഞ്ഞാൽ ശിക്ഷിക്കപ്പെടും. ഇതൊരു ചെറിയ കാര്യമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വിഷയം തന്നെയാകുന്നു എന്നുണർത്തുന്നു. ആയത്ത് 69 മാ കാന ലി മിൻ ഇൽമിൻ ബിൽ മലഇൽ അഅല ഇദ് യഖ്തസിമൂൻ, അത്യുന്നത സഭക്കാർ തമ്മിൽ തർക്കിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. വഹ്യ മുഖേനയാണ് ഈ അദൃശ്യ കാര്യങ്ങളെപ്പറ്റി അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യുന്നത സഭക്കാർ മലഉൽ അഅല എന്ന് പറയുന്നത് മലക്കുകളെ കുറിച്ചാകുന്നു.
മനുഷ്യരെ സൃഷ്ടിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ തീരുമാനവും മലക്കുകളുടെ പ്രതികരണത്തെക്കുറിച്ചുമായിരിക്കാം ഇത്. തുടർന്നുള്ള വചനം അതാണ് സൂചിപ്പിക്കുന്നത്. 70 ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ തന്നെയാണെന്ന് മാത്രമാണ് എനിക്ക് വഹി നൽകപ്പെടുന്നത്. 71 ഇത് ഖാല റബ്ബുക ലിൽ മലായികതി മലക്കുകളോട് നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം ഇന്നി ഖാലിഖും ബശറൻ മിൻ തീൻ നിശ്ചയമായും ഞാൻ കളിമണ്ണിൽ നിന്നൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതാകുന്നുവെന്ന്. 72 ഫൈദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി അങ്ങനെ ഞാൻ അവനെ സംവിധാനിക്കും, അവനിൽ എൻ്റെ ആത്മാവിൽ നിന്ന് ഊതുകയും ചെയ്താൽ. പേജ് നമ്പർ 1600 ഫഖഉ ലഹു സാജിദീൻ അപ്പോൾ നിങ്ങൾ അവന് സാഷ്ടാംഗം ചെയ്യുന്നവരായി വീഴുവീൻ. മണ്ണിൽ നിന്ന് മനുഷ്യനെ പടച്ചപ്പോൾ റബ്ബിൻ്റെ ആത്മാവിൽ നിന്ന് ഊതി എന്ന് ചൂണ്ടിക്കാണിച്ചത് ശ്രദ്ധേയമാണ്. മണ്ണ് ഭൗതിക വസ്തുവാണ്. അന്യൂനവും വടിവത്തതുമായ മനുഷ്യൻ്റെ രൂപം സംവിധാനിച്ച ശേഷം സൃഷ്ടാവായ റബ്ബുൽ ആലമീൻ്റെ ആത്മാവിൽ നിന്ന് അതിൽ ഊതി. ആത്മാവ് പൂർണ്ണമായും ദൈവികമാണ്. ആത്മാവിനെപ്പറ്റി മനുഷ്യർക്കറിയില്ല എന്ന് ഖുർആൻ തന്നെ ഇസ്രാ 75 വ്യക്തമാക്കിയിട്ടുണ്ട് താനും. അതായത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാണ് റൂഹി എന്ന്. അതിനർത്ഥം മനുഷ്യർ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികൾ അതിൽ ദൈവത്തിൻ്റെ സത്ത ഉണ്ട് എന്ന അർത്ഥത്തിൽ അല്ല, അവർ ദൈവമാണ് എന്ന അർത്ഥത്തിൽ അല്ല. 73 ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ അപ്പോൾ മലക്കുകൾ എല്ലാവരും ഒന്നടങ്കം സുജൂദ് ചെയ്തു. 74 ഇല്ലാ ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ ഇബ്ലീസ് ഒഴികെ അവൻ അഹങ്കാരം നടിച്ചു, അവൻ സത്യനിഷേധികളിൽപ്പെട്ടവനായിത്തീരുകയും ചെയ്തു. 75 ഖാല യാ ഇബ്ലീസ് മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖത ബിയദിയ അല്ലാഹു പറഞ്ഞു, ഹേ ഇബ്ലീസ്, എൻ്റെ 2 കൈ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചവന് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞ സംഗതി എന്താണ്? അസ്തക്ബർത നീ അഹങ്കരിച്ചതോ? അം കുന്ത മിനൽ ആലീൻ അഥവാ നീ സ്വയം ഉയർന്നവരിൽപ്പെട്ടതോ? 76 ഖാല അന ഖൈറും മിൻഹു ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. ഖലഖതനി മിൻ നാരിൻ എന്നെ തീയിൽ നിന്ന് നീ സൃഷ്ടിച്ചു, വഖലഖതഹു മിൻ തീൻ അവനെ കളിമണ്ണിൽ നിന്നും നീ സൃഷ്ടിച്ചു. കളിമണ്ണിനേക്കാൾ ഉയർന്നത് തീ തന്നെയാണ്. അതുകൊണ്ട് ഞാനെങ്ങനെ ആദവന് സുജൂദ് ചെയ്യും? ഞാനല്ലേ അവനേക്കാൾ ഉത്കൃഷ്ടൻ എന്നാണ് ആ ധിക്കാരിയുടെ ന്യായവാദം. അപ്രകാരം കടുത്ത ധിക്കാരവും അഹങ്കാരവുമാണ് ഇബ്ലീസ് കാണിച്ചത്. അഹങ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരുവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരത്തിൽ നിന്നും ഒരു അണുത്തൂക്കമുണ്ടായോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. മുസ്ലിം 275 1601 പേജ് നമ്പർ. 77 ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം അല്ലാഹു പറഞ്ഞു, നീ അവിടെ നിന്ന് പുറത്ത്, നിശ്ചയം നീ ആട്ടപ്പെട്ടവനാകുന്നു. എന്നോട് ഇപ്രകാരം ധിക്കാരം പറയുന്നവനിയുടെ സ്ഥാനമില്ല. ചെയ്ത തെറ്റിനേക്കാൾ വലിയ ഗുരുതരമായ ന്യായീകരണം അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ മറുപടി. കൽപ്പനയെ തന്നെ ചോദ്യം ചെയ്ത ചെകുത്താൻ റബ്ബിൻ്റെ എല്ലാ തരത്തിലുള്ള കാരുണ്യത്തിൽ നിന്നും ആട്ടിയകറ്റപ്പെടുന്നു. 78 പ്രതിഫല നാൾ വരെ നിന്റെ മേൽ എൻ്റെ ശാപം നിശ്ചയം. 79 ഖാല റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ ഇബ്ലീസ് പറഞ്ഞു, എൻ്റെ റബ്ബേ, അങ്ങനെയാണെങ്കിൽ അവർ പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ അവധി നീട്ടിത്തരണേ. 80 ഖാല ഫഇന്നക മിനൽ മുൻദരീൻ അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും നീ അവധി അനുവദിക്കപ്പെട്ടവരിൽപ്പെട്ടവനാകുന്നു. 81 ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. 82 ഖാല ഫബിഇസ്സതിക ലഉവ്യന്നഹും അജ്മഈൻ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, അവരെ എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. 83 ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ അവരിൽ നിന്ന് നിഷ്കളങ്കരാക്കപ്പെട്ട നിന്റെ ദാസന്മാരെ ഒഴികെ നിഷ്കളങ്കരായ സദ്വൃത്തർ പിശാചിൻ്റെ കെണിയിൽപ്പെടുകയില്ല. ഭൗതിക താല്പര്യങ്ങൾ, ദഹേച്ഛ, സ്വാർത്ഥത, കളങ്കം, കാപഠ്യം മുതലായവ കൊണ്ട് മനസ്സ് മലിനപ്പെട്ടവരാണ് പിശാചിൻ്റെ വലയിൽപ്പെടുക. അവരെയാണ് പിശാച് വഴിപിഴപ്പിക്കുക. എന്നാൽ ആത്മാർത്ഥതയും ധർമ്മനിഷ്ഠയും നിഷ്കളങ്കതയുമുള്ളവരെ വഴിപിഴപ്പിക്കാൻ പിശാചിന് സാധ്യമാവുകയില്ല. ആ വസ്തുത ഇബ്ലീസ് തുറന്നംഗീകരിക്കുകയാണ്. 84 ഖാല ഫൽ ഹഖ് വൽ ഹഖ് അഖൂൽ
അള്ളാഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സത്യം സത്യമാണ് ഞാൻ പറയുന്നത്. ആയത്ത് 85 ലഅംല അന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, നിശ്ചയമായും ഞാൻ നിന്നെ കൊണ്ടും അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയവരെ കൊണ്ടുമെല്ലാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. പേജ് നമ്പർ 1602, ആയത്ത് 86. ഖുൽ മാ അസ്അലുകും അലൈഹി മിൻ അജ്ർ, പറയുക, ഇതിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമമായി സാഹസം കാണിക്കുന്നവരിൽപ്പെട്ടവനുമല്ല. ഈ ഖുർആൻ പ്രബോധനം ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഭൗതിക ലാഭവും എനിക്കില്ല. നിങ്ങൾ ഒന്നും എനിക്ക് ചെയ്തു തരേണ്ടതുമില്ല. ഇല്ലാത്ത ഒരു സംഗതിക്ക് വേണ്ടി കൃത്രിമമായി അഭിനയിച്ച് സാഹസം കാണിക്കുന്നില്ല. ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആയത്ത് 87. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇത് ലോകർക്ക് ഒരു ഉത്ബോധനം മാത്രമാകുന്നു. ആയത്ത് 88. വലതഅലമുന്ന നബഅഹു ബഅദ ഹീൻ, കുറഞ്ഞ കാലത്തിനു ശേഷം അതിൻ്റെ വൃത്താന്തം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ഇത് സത്യമായി പുലരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കാണും. വളരെ കുറഞ്ഞ കാലത്തെ ഇഹലോക ജീവിതത്തിന് ശേഷം ഖുർആൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുടെയും വിശദീകരണങ്ങൾ പിൽക്കാലത്ത് വ്യക്തമാകുമെന്ന് ഈ ആയത്ത് സൂചിപ്പിക്കുന്നു. ആയത്തുകളിൽ വന്നിട്ടുള്ള പല കാര്യങ്ങൾക്കും ശാസ്ത്രീയ വ്യാഖ്യാനങ്ങൾ പിന്നീട് വന്നത് ഇതിന് ഉദാഹരണമാണ്. ഒരു കാലയളവിന് ശേഷം അതിൻ്റെ വിവരം നിങ്ങൾ അറിയുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം.